കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് ധർണ സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി ജയമോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിലെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി സാധാരണക്കാരായ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയവർക്ക് അന്നത്തെ എഗ്രിമെന്റിൽ പ്രകാരം വേതനം നൽകാൻ കൊല്ലം ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പിന് ചുമതല നിർവഹിച്ച ഭരണാധികാരികളും കാലതാമസം വരുത്തുകയും അവരെ ദുരിതത്തിലാക്കി. പാർലമെന്റ് ഇലക്ഷൻ 2024 വീഡിയോഗ്രാഫർമാരുടെ വേതനം നൽകാത്തതിനാലും തൊഴിലെടുത്ത് 8 മാസമായിട്ടും ഓണക്കാലത്ത് വേതനം നൽകാത്ത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയും കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് ധർണ സംഘടിപ്പിച്ചത്. ബിനാമികളെ സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവർ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ മുഴുവൻ കൂട്ടഞ്ഞിട്ട് പരിശോധിക്കാനുള്ള തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നതുകൂടിയാണ് ഇതിനോടുകൂടി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം എന്താ, ഞങ്ങൾ പ്രൊഫഷണലായ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരുമാണ്. ഞങ്ങൾ തുച്ഛമായ വേതനത്തിനാണ് നിങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി, ഈ നാടിന്റെ ഒരു ജനാധിപത്യത്തിന്റെ ഉത്സവമായ ഇലക്ഷന് വേണ്ടി പണിയെടുക്കുമ്പോ ക്യാമറ പോലും പിടിക്കാൻ കഴിയാത്ത, ക്യാമറ എന്ന പേരിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന തുച്ഛമായ സാധനങ്ങൾ വെച്ചുകൊണ്ട് കണ്ടവരെ മുഴുവൻ വിട്ട് ബിനാമികളെ സൃഷ്ടിച്ചുകൊണ്ട് കണ്ടമാനം കാശുണ്ടാക്കുന്ന ഒരു ഇടപാട് നിന്നുപോകുമെന്ന് കരുതുമ്പോ അതിൽ അങ്കലാപ്പിലാകുന്ന ആളുകൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറയട്ടെ, ഫിറോസ് അല്ല, ഇനി ആരാണെങ്കിലും ശരി, എല്ലാ കാലത്തിലുമൊക്കെ ഇങ്ങനെ ഈ സർക്കാർ ഉദ്യോഗത്തിന്റെ തണലിലൊക്കെ അങ്ങനെ ജീവിച്ചു പോകാമെന്നൊന്നും ആരും കരുതണ്ട. അങ്ങനെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ പറയട്ടെ, ഈ നിങ്ങൾ പണിയെടുക്കുന്ന കലക്ട്രേറ്റിനുള്ളിലേക്ക് കയറണമെങ്കിൽ കേരളത്തിലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി സമൂഹത്തോട് അനുവാദം ചോദിച്ച് കയറേണ്ട ഒരു ഗതികേടിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുവെത്തി. കരാർ സമയത്ത് FST, SST എന്നീ സ്ക്വാഡുകൾക്ക് 24 മണിക്കൂർ ഡ്യൂട്ടി എന്ന നിബന്ധന അറിയിച്ചിരുന്നുവെങ്കിൽ 24 മണിക്കൂറിന് അനുസൃതമായ നിരക്ക് FST, SST സ്ക്വാഡുകൾ വീഡിയോഗ്രാഫർമാരെ വിന്യസിക്കാമായിരുന്നു. എന്നാൽ ഇപ്രകാരം അറിയിച്ചിട്ടല്ലാത്ത സ്ഥിതിക്ക് വീഡിയോഗ്രാഫർമാർക്ക് കളക്ട്രേറ്റിൽ നിന്നുള്ള നിബന്ധനകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ഇവർ പറയുന്നു. 24/3/2024 CDT പ്രതിനിധികൾ കൊല്ലം കളക്ട്രേറ്റിലെത്തി ഇലക്ഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുമായി 8, 12, 24 മണിക്കൂർ ഡ്യൂട്ടികളുടെ ക്രമീകരണങ്ങൾ കൃത്യമായി ബോധിപ്പിച്ചിട്ടുള്ളതും ഇലക്ഷൻ വിഭാഗം അത് അംഗീകരിച്ചതുമാണ്. 350-ലധികം വീഡിയോഗ്രാഫർമാരെയാണ് ജില്ലയിലെ ഇലക്ഷൻ വീഡിയോഗ്രാഫി ജോലികൾക്കായി നിയോഗിച്ചിരുന്നത്. 24 മണിക്കൂർ ഒരു വീഡിയോഗ്രാഫർ തന്നെ ഡ്യൂട്ടി ചെയ്യുന്നത് സാങ്കേതികമായും മാനുഷികപരമായും ബുദ്ധിമുട്ടുണ്ട്. 24 മണിക്കൂർ തുടർച്ചയായി ഷൂട്ട് നടത്താൻ നിരവധി ബാറ്ററികളും ക്യാമറയുടെ മെമ്മറികളും ആവശ്യമാണ്. ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥർ CDT ഇലക്ഷൻ വർക്ക് കൊടുക്കുന്നതിന് മുൻപ് എഗ്രിമെന്റ് ഇല്ലാതെ 10 ദിവസത്തെ വർക്ക് കൊടുത്തിരുന്നു. ആ വ്യക്തിയുടെ കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥരുമായുള്ള ഇടപെടൽ മൂലമാണ് ഇലക്ഷൻ കഴിഞ്ഞ നാളിതുവരെയും ബില്ല് മാറാതെ തടഞ്ഞുവെച്ച് വീഡിയോ വർക്ക് ചെയ്ത തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. KPU സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു ഓമല്ലൂർ, ഹക്കീം മണർക്കാട്, ഹരി, ജില്ലാ സെക്രട്ടറി കബീർ, ജില്ലാ നേതാക്കളായ വിജയൻ വിലങ്ങറ, സുനിൽ തഴുത്തല, മുനീർ, അജയൻ, അംബിക, ബിജു ആതിര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം. 1.5 കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ്. ഗോൾഡ്, സിൽക്സ്, ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം. ഈ ഓഫർ സെപ്റ്റംബർ 16 വരെ മാത്രം. രാജകുമാരി ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്.